RSSന്റെ 100ാം വാർഷിക സംവാദ പരിപാടിയുണ്ട്. അതിൽ സർസംഘചാലക് മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അഖണ്ഡ ഭാരതത്തെക്കുറിച്ചായിരുന്നു. ആ അഖണ്ഡ ഭാരതം വരുമ്പോൾ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് എല്ലാവരുടെയും ക്ഷേമവും ഐശ്വര്യവുമാണ്. അല്ലാതെ രാഷ്ട്രത്തെ അതായത് എല്ലായിടത്തു നിന്നുമുള്ള അധിനിവേശം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഭാരതത്തിൻ്റെ മനസ്സിലുള്ളത് എല്ലാവരുടെയും സുഖവും സമ്പൽ സമൃദ്ധിയും ഒക്കെയാണ് എന്ന് പറയുന്നു. മറ്റൊന്ന് ഹിന്ദു മുസ്ലിം ഐക്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് ഹിന്ദു പോപ്പുലേഷൻ ഉയരേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും അദ്ദേഹം പറയുന്നു. ചിന്തിക്കേണ്ട വിഷയമല്ലേ മാഷെ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് പലതരത്തിൽ മാതൃകയാണ് ഇപ്പോൾ RSSന്റെ 100ാം വാർഷികം. RSSനോടുള്ള രാഷ്ട്രീയ വിരോധം ഇന്ത്യയുള്ള കാലത്തോളം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് RSSന്റെ പിന്തുണയുള്ള BJPയും NDAയും നാട് ഭരിക്കുന്ന കാലത്തോളം. അപ്പോൾ കാര്യമായ എതിരാളികൾ പോലും ഇല്ലാതെ ആണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയാൽ അടുത്ത തവണയും അദ്ദേഹത്തിന് തന്നെ ഭരിക്കാനുള്ള സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഈ സമയത്താണ് RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്നത്. 100ാം വാർഷികത്തിൽ ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയിട്ട് RSSനെ അഭിനന്ദിച്ചുകൊണ്ടും വളരെ ആദരവോടുകൂടിയും സംസാരിക്കുന്നതും ആദ്യമാണ്. അതൊക്കെ RSSന് തീർച്ചയായിട്ടും അവരുടെ കർമ്മഫലം കിട്ടി എന്ന് വേണം കൂട്ടാൻ. പക്ഷേ ഞാൻ കണ്ടത് അവരുടെ 100ാം വാർഷികത്തിന് അവതരിപ്പിക്കുന്ന നൂതനമായ പരിപാടികളാണ്. ആ പരിപാടികളുടെ കണ്ടൻറ്റ് മാത്രമല്ല, അത് നടത്തുന്ന രീതി. ഉദാഹരണത്തിന് സർസംഘചാലകിൻ്റെ പ്രഭാഷണ പരമ്പര വെക്കുന്നു ഡൽഹിയിൽ. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമീഷ്യൻസിനെ കൊണ്ടൊക്കെ പ്രഭാഷണം നടത്തിക്കാം. പക്ഷേ RSSന് വേണ്ടി സംസാരിക്കേണ്ടത് ആരാണ്? RSSന്റെ സർസംഘചാലക് തന്നെയാണ്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഒറേറ്ററി അല്ലല്ലോ പ്രധാനം, അദ്ദേഹത്തിൻ്റെ ദർശനമാണ്, അദ്ദേഹം എന്ത് പറയുന്നു എന്നാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രഭാഷണ പരമ്പര. ഇന്ത്യയിൽ ആരുടെയും പ്രഭാഷണ പരമ്പര നടത്താൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അവർ സ്വന്തം സർസംഘചാലകത്തിൻ്റെ തന്നെ പ്രഭാഷണ പരമ്പര വെക്കുന്നു. ഒന്ന്. രണ്ടാമത് ആർക്ക് വേണ്ടിയാണ് വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യയിലെ RSS ആരോടാണ് സംസാരിക്കേണ്ടത്? ഇന്ത്യയിലെ RSS ലോകത്തിന് മാതൃകയാണെങ്കിൽ, ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ വിശ്വഗുരുവാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഇന്ത്യക്കാരൻ്റെ പ്രാർത്ഥനയെങ്കിൽ അത് പറയേണ്ടത് ആരോടാണ്? ലോകത്തോടാണ്. ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രത്യേകത പ്രജിത ശ്രദ്ധിച്ചോ? ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഡിപ്ലോമാറ്റുകൾ, 20ലേറെ രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റുകൾ വന്നിരിക്കുകയാണ്. ചില്ലറക്കാരല്ല. നയതന്ത്ര പ്രതിനിധികൾ, നമ്മുടെ അംബാസഡർമാർ, കോൺസുൽ ജനറൽമാർ, അവരൊക്കെ വന്നിരിക്കുകയാണ്. അവരുൾപ്പെടെ ക്ഷണിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു RSSകാർ വളരെ കുറച്ചേ കാണുള്ളൂ അതിനകത്ത്. കാരണം ഹൈലി സെക്യൂരിറ്റിയൊക്കെ ഉള്ളതാവുക, സുരക്ഷയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സംഘടന ചരിത്രത്തിലാദ്യമായി ലോകത്തോട് സംസാരിക്കുന്നു. മീൻസ് ഇന്ത്യ സ്പീക്സ് ടു ദ വേൾഡ് എന്ന് പറയാവുന്നൊരു പ്രഭാഷണമാണ് അതിൻ്റെ രീതി. ഇനി അദ്ദേഹം അവിടെ എന്ത് പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നടന്ന പ്രഭാഷണങ്ങളുടെ ഫുൾ ടെക്സ്റ്റ് ഞാൻ കിട്ടും, എല്ലാവർക്കും ലഭ്യമാണ്. സൗകര്യമുള്ള നമ്മൾ പ്രേക്ഷകരൊക്കെ അത് ഒന്ന് എടുത്ത് നോക്കട്ടെ, വായിക്കട്ടെ. ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ നല്ലതാണ്. നമ്മുടെ തന്നെ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മുടെ ഉൾക്കാഴ്ചകളെ വികസിപ്പിക്കാനും നല്ലതാണ്. ഇന്നലെ നടന്ന ഇന്നലെയാണ് മിനിഞ്ഞാന്ന് നടന്ന പ്രഭാഷണമാണ് ഏറെ ശ്രദ്ധേയമായത്, ഏറെ വേറിട്ടത്. ആർക്ക് വേറിട്ടത്? നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, RSSകാർക്ക് തന്നെയും പുതിയൊരു ഉൾക്കാഴ്ച. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇപ്പോൾ പ്രജിത പറഞ്ഞല്ലോ, ഇന്ത്യ എങ്ങനെയാണല്ലോ, ഇന്ത്യയുടെ ലോകവീക്ഷണം എന്താണ്, നമ്മളുടെ സങ്കല്പത്തിലുള്ള ഭാരതീയത എന്താണ്. നേരത്തെ RSS പറഞ്ഞിരുന്നല്ലോ, അത് നമ്മളിടയ്ക്ക് മറന്നു പോവുകയാണ്. ആരാ മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, ഈ എല്ലാ പ്രവാചകന്മാരെയും തോൽപ്പിക്കുന്ന സ്വന്തം അനുയായികളാണെന്ന് പറയാറുണ്ട്. സമാധാനത്തിൻ്റെ ഒരു സന്ദേശവുമായി ഇന്ത്യയെ ചേർത്തു പിടിക്കുന്ന, എപ്പോഴെങ്കിലും രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടേയിരിക്കണം. രാജ്യത്തിന് വേണ്ടി പൊരുതേണ്ടത് ആരോടാണ്? രാജ്യവിരുദ്ധ ശക്തികളോടാണ്. അത് പലപ്പോഴും ആ പോരാട്ടത്തിൻ്റെ ദിശ മാറിപ്പോകുന്നുണ്ട്. പോരാട്ടം പലപ്പോഴും ചെറിയ ചെറിയ അജണ്ടകളിലേക്ക് മാറുന്നുണ്ട്. ആ പോരാട്ടത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. ഈ അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പമുണ്ട്. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ വിഖ്യാതമായ ഒരു പാരമ്പര്യമുണ്ടല്ലോ ഇന്ത്യക്ക്. ആ ഇന്ത്യ നമ്മൾ ഇന്ന് ഈ കാണുന്ന കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ബ്രിട്ടീഷുകാർ അളന്ന് തിട്ടപ്പെടുത്തി തന്ന ഭൂമിയിൽ വേലി കെട്ടി അതിർത്തി തിരിച്ച ഒരു ഭൂമി ഇന്ത്യയല്ല. ആ ഇന്ത്യ വളരെ വിശാലമാണ്. അതൊരു സംസ്കാരത്തിൻ്റെ ഇന്ത്യയാണ്, ഒരു കൾച്ചറിൻ്റെ ഇന്ത്യയാണ്. അതാണ് ഇന്നലത്തെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ പേരല്ല. എന്നാൽ മാപ്പിൽ നമ്മൾ വരച്ചു വെച്ചൊരു വേലി ഉണ്ടല്ലോ,
അതിനെ ഭേദിക്കുന്ന മനസ്സ് ഇന്ത്യൻനെസ്സിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ വേലിക്കപ്പുറത്തുമുണ്ട്. നമ്മുടെ സങ്കല്പത്തിലെ ഒരു ഇന്ത്യയുണ്ട്, അഖണ്ഡ ഭാരതം, ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ആരൊക്കെ വരുന്ന ആലോചിച്ച് നോക്കൂ. നമ്മുടെ അതിർത്തിയിലുള്ള എല്ലാവരും, നമ്മളിപ്പോൾ എത്രയോ കാലമായി നമ്മളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ പോലെ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നിരപരാധികളെ കൊല്ലുന്ന, തീവ്രവാദികളെ കടത്തിവിട്ടിട്ട് നമ്മുടെ സമാധാനം കെടുത്തുന്ന എല്ലാവരും, ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മൾ തന്നെയാണ്, നമ്മുടെ തന്നെ ഭാഗമാണ്. നമ്മുടേതല്ലാത്ത കാരണത്താൽ ഇന്ത്യയിലെ ഒരു പൗരനും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു പാകിസ്ഥാൻ പൗരനും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് വിലപിക്കുന്നുണ്ട്, ഈ വേലി എനിക്ക് വേണ്ടി ആയിരുന്നില്ല. ആരാണ് വെട്ടിമുറിച്ചത്? ആരാണ് ബംഗാളിനെ വെട്ടിമുറിച്ചത്? ആരാണ് പഞ്ചാബിനെ വെട്ടിമുറിച്ചത്? ആരാണ് കിഴക്കൻ പാകിസ്ഥാൻ? ആരാണ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ? ഞങ്ങൾക്ക് ഈ പണ്ടാരം വേണ്ടിയിരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ ആ ജനതയുടെ മനസ്സ് കാണുന്നു മോഹൻ ഭഗവത്. 1. 2, അവർ മാത്രമല്ല, അതിനിടയിലുള്ള തിബറ്റ്, നേപ്പാള്, നമ്മളിപ്പോൾ മ്യാൻമർ എന്ന് ഇന്ന് വിളിക്കുന്ന ബർമ്മ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇപ്പുറത്തോ താഴോട്ട് പോയാൽ ശ്രീലങ്ക. ലങ്കയും ഇന്ത്യയും തമ്മിൽ, രാമനും രാവണനും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത് രണ്ടും ചേരുമ്പോഴല്ലേ നമ്മുടെ ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മാൽദീവ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നും തന്നെ നമ്മുടെ വലിയ സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമല്ല. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഒരു പരിധി വരെ, അഫ്ഗാനിസ്ഥാൻ്റെ ഒട്ടുമുക്കാലും ഇന്ത്യയുടെ ഭാഗമായി നിന്ന നാടാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് ചേർന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ രാജ്യത്തിനാണ് ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്നത്. മോഹൻ ഭഗവത്ജി ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, നീ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സാഹോദര്യമാണ്. ഭാരതം അമ്മയാണ്, അമ്മയുടെ മക്കളാണ് എല്ലാവരും. അതിനകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ RSS ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രയോഗത്തിൽ പലപ്പോഴും അങ്ങനെ അല്ലാതെ സംഭവിക്കുന്നത്, RSSൻ്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാത്ത അനുയായികൾ കൂടിയാണ് അതിന് ഉത്തരവാദികൾ. പലപ്പോഴും ചെറിയ ചെറിയ താല്പര്യങ്ങൾ, കൊച്ചു കൊച്ചു വഴക്കുകൾ, അതിൻ്റെ പേരിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, അന്യൻ്റെ വേഷം, അന്യൻ്റെ ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇടപെടാൻ പോകുമ്പോഴാണ് തർക്കം ഉണ്ടാകുന്നത്. RSSൻ്റെ തന്നെ താല്പര്യത്തിന് വിരുദ്ധമാണത്. അങ്ങനെ വരുമ്പോൾ മോഹൻ ഭഗവത്ജിയുടെ ആ പ്രസംഗത്തിൻ്റെ സന്ദേശം എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം പറയുന്നത്, ഈ രാജ്യങ്ങളിലെയൊക്കെ ജനതയോട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിന് കാരണമുണ്ട്, സംസാരിക്കാൻ എളുപ്പമാണ്. ഈ വേലി ആരോ കെട്ടിവെച്ചതാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കി വന്ന വേലിക്കപ്പുറത്ത് ആ ജനതയുടെ ഭാഷ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാവും, അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. ആ ജനതയുടെ കാലാവസ്ഥ, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ വൃക്ഷങ്ങൾ, അവിടുത്തെ കാടുകൾ, അവിടുത്തെ ആകാശം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒന്നാലോചിച്ച് നോക്കൂ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, പ്രജയ്ക്ക് അറിയില്ല. ഈ പാകിസ്ഥാനി എന്നുണ്ട എനിക്കൊക്കെ ഭയങ്കര വിരോധവും വെറുപ്പും ഉണ്ടായിരുന്ന. പക്ഷേ ഈ പാകിസ്ഥാനികൾ നമ്മളോട് അടുത്ത് വന്നാൽ എന്നോട് ആദ്യം, ഞാൻ 10-18 രാജ്യങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ 5-6 രാജ്യത്തെങ്കിലും പാകിസ്ഥാനികളെ കണ്ടിട്ടുണ്ട്. അവർ ചേർന്ന് നിന്നാൽ, അവരോട് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അവർ ചോദിക്കുന്നത്, ബച്ചൻജി എങ്ങനെയുണ്ടെന്നാ. അവർക്ക് അമിതാഭ് ബച്ചൻ നമ്മളെക്കാൾ ജീവനാണെന്നേ. അങ്ങനെ ചോദിക്കുക, ലതാജി എങ്ങനെയുണ്ട്, പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലതാജിയുടെ പാട്ട് കേട്ടാൽ മരിക്കും അവർ. അങ്ങനെയുള്ള ആളുകളാണ്. അവരെയാണ് നമ്മൾ അകറ്റി കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് ഈ ജനതയോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ ആ പ്രസംഗത്തിൽ ഒരു ലക്ഷ്യം കൂടി കാണുന്നുണ്ട്. ഒരു ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പട്ടാളത്തെ അയച്ചിട്ട് അയൽ രാജ്യങ്ങൾ പിടിച്ചടക്കുകയല്ല, പക്ഷേ അയൽ രാജ്യങ്ങളുടെ മനസ്സ് കീഴടക്കുക, അവിടുത്തെ ജനത ആഗ്രഹിക്കുക. ഇന്നത്തെ പാകിസ്ഥാനി ആഗ്രഹിക്കുന്നത് പോലെ, നിഷ്കളങ്കനായ ബംഗ്ലാദേശി ആഗ്രഹിക്കുന്നത് പോലെ, താലിബാൻ ഭരണത്തിൽ ചതഞ്ഞരഞ്ഞുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളും ആഗ്രഹിക്കുന്നത് പോലെ ഈ ഇന്ത്യ എത്ര മഹത്തരമാണെന്ന് അവർക്ക് കാണാൻ പറ്റണം. ഒരു കാലത്ത്, ഇപ്പോൾ ഉക്രൈൻ വാറിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? ഉക്രൈൻ വാറിൻ്റെ അടിസ്ഥാനം റഷ്യയിൽ നിന്ന് 92-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ വിട്ടുപോന്ന ഉക്രൈൻ എന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ കൂടെ അന്നത്തെ ഒരു ധാരണയനുസരിച്ച് ഉണ്ടാക്കിയ ഒരു അതിർത്തിയിൽ ഈ ക്രീമിയയും കൂടി പെട്ടുപോയി. ക്രീമിയ അക്ഷരാർത്ഥത്തിൽ റഷ്യക്കാരാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ, നമ്മളോട് ചോദിക്കാതെ കാശ്മീർ വെട്ടിമുറിച്ചതുപോലെ ഉക്രൈനിലെ ജനങ്ങൾക്ക്, ക്രീമിയയിലെ ജനങ്ങൾക്ക് റഷ്യ മതിയായിരുന്നു. പക്ഷേ അവർ വിചാരിച്ചു, അപ്പോൾ ആദ്യകാലത്ത്, ഇപ്പോൾ ഏതാണ്ട് 92 തൊട്ട് 2000 വരെ അവിടെ ഭരിച്ച ഗവൺമെൻറ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്ന് പറഞ്ഞാൽ റഷ്യൻ ഭാഷ, റഷ്യൻ സംസ്കാരം, റഷ്യൻ ജനത, അവർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നു അവർ. പക്ഷേ 2000-ന് ശേഷം ഈ വന്ന ഗവൺമെൻറ്റുകൾ, സെലൻസ്കി ഗവൺമെൻറ് വന്നതോടുകൂടി റഷ്യക്കാരോട് ഒരു തരം ശത്രുതയായി. എവിടുത്തെ റഷ്യക്കാരോട്? ഞാൻ പറഞ്ഞു, ഉക്രൈനകത്ത് പെട്ടുപോയ ക്രീമിയക്കാരായ റഷ്യക്കാരോട്. അവരോട് ചിറ്റമ്മ നയം തുടങ്ങിയപ്പോഴാണ് അവർ വേറിട്ട് വന്നത്. ക്രീമിയക്കാർ ആർത്ത് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് വി വോൺ റഷ്യ എന്ന് അവർ വാദിക്കുകയാണ്. അപ്പോഴാണ് 2024-ൽ പുച്ചിൻ
പുടിൻ അല്ല കേട്ടോ. എനിക്ക് ഇന്നലെ ഒരു എൻ്റെ ഒരു റഷ്യയിലെ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളെങ്കിലും അത് തിരുത്തി നിങ്ങൾ നമ്മുടെ ചാനലെങ്കിലും അത് തിരുത്തി പറയണം. ടകാരം റഷ്യൻ ഭാഷയിലില്ല, പുടിൻ ഇല്ല. എല്ലാ മാധ്യമങ്ങളും തെറ്റായിട്ടാണ് പറയുന്നത്. പൂച്ചിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചകാരമേ ഉള്ളൂ, പൂച്ചിനാണ്. അതുപോലെ യകാരം റഷ്യൻ ഭാഷയിലില്ല. അതുകൊണ്ട് തന്നെ യുക്രൈനില്ല, ഉക്രൈനേ ഉള്ളൂ. അത് റഷ്യക്കാരനവൻ, കൃത്യമായിട്ട് അവൻ അവൻ്റെ മക്കളൊക്കെ റഷ്യൻ ഭാഷയെ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പുച്ചിൻ പ്രേക്ഷകർ അറിയേണ്ടതാണ്, എല്ലാവരും തിരുത്തി വായിക്കേണ്ടതാണ്. മാധ്യമങ്ങൾ ഇത് ഈ ഫാക്ട് ചെക്കിംഗ് ഇല്ല, എന്താണ് ശരിയായ ഉച്ചാരണം പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സെലൻസ്കി വന്നതിന് ശേഷം അവിടെ റഷ്യക്കാരോട് സ്വീകരിച്ച റഷ്യൻ വംശക്കാരോടും റഷ്യൻ സംസ്കാരത്തോടും റഷ്യൻ ഭാഷയോടും സ്വീകരിക്കുന്ന നയം കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ പുച്ചിൻ വന്നിട്ട് 2024 അറ്റാച്ച് ചെയ്തതാണ്. ഒരു കൂട്ടിച്ചേർത്താണ്, യുദ്ധം ചെയ്ത് കീഴടക്കിയൊന്നുമല്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കാലം വരുമെന്ന ഒരു സ്വപ്നം ഞാൻ അതെൻ്റേതാണ്. ഒരു പക്ഷേ മോഹൻ ഭഗവത്ജിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ പോക്ക് പോയാൽ പാകിസ്ഥാനിൽ മതം ചോദിച്ച് രാജ്യം ഉണ്ടാക്കിയവരാണ്, രണ്ടും ഇല്ലാതായി. അവിടെ ഇസ്ലാമും ഇല്ല, പാകിസ്ഥാനും ഇല്ല. അവിടെ ബലൂജി ഉണ്ട്, അവിടെ പഞ്ചാബി ഉണ്ട്, അവിടെ സിന്ധി ഉണ്ട്, അവിടെ കാശ്മീരി ഉണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ പഷ്തൂണി ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു ഇന്ത്യനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്കാരന് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുണ്ട്. ഇന്ത്യക്കാരൻ മലയാളിയാണ്, തമിഴനാണ്, ഒറിയനാണ്, പഞ്ചാബിയാണ്, കാശ്മീരിയാണ്, ഒക്കെയാണ്. ആഫ്റ്റർ ആൾ വി ആർ ഇന്ത്യൻസ്. ആ ഫീൽ ഉണ്ടല്ലോ നമുക്ക്, ദേശീയത എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാലം വരും. പാകിസ്ഥാനിലെ ഭൂരിപക്ഷം ജനത വി വോണ്ട് ഇന്ത്യ എന്ന് വിളിച്ചു പറയുന്നൊരു കാലം. ഈ മുഹമ്മദ് യൂനുസിനെയൊക്കെ ഓടിച്ചിട്ട് ബംഗ്ലാദേശിലെ പാവങ്ങളായ മനുഷ്യരുണ്ടല്ലോ, ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ട് വി വോണ്ട് ഇന്ത്യ എന്ന് പറയുക. മ്യാൻമറിൽ ആഭ്യന്തര സംഘർഷം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരാണ്. അവർ വിളിച്ചു പറയും ഞങ്ങൾക്ക് ഇന്ത്യ മതിയെന്ന്. അങ്ങനെ കാശ്മീർ അങ്ങനെ വിളിച്ചു പറയുന്നൊരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യർ, അവർക്ക് കലാപം കൂട്ടാനൊക്കെ അറിയാം. കലാപം കൂട്ടിയിട്ട് പോടാ എന്ന് പറഞ്ഞ് താലിബാനെ ഓടിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നൊരു കാലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രേറ്റർ ഇന്ത്യ ഉണ്ടായിത്തീരും. അത് കൺസെപ്റ്റാണ്. സ്വമേധയ ഉണ്ടായിത്തീരും, രക്തച്ചൊരിച്ചിലില്ലാതെ ഉണ്ടായിത്തീരും. അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നം ഒരു ചെറിയ സ്വപ്നമല്ല. ആ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് ഒരു രാഷ്ട്ര നേതാവ് ആദ്യം ചെയ്യേണ്ടത്. മോഹൻ ഭഗവത്ജി ഇന്ത്യക്കാർക്ക്, ഒരുപക്ഷെ ഇന്ത്യക്കാർ തന്നെ മറന്നുപോയ, ഈവൻ RSSകാർ തന്നെ മറന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്വപ്നം ഇന്ത്യക്കും ലോകത്തിനും സമർപ്പിക്കുകയാണ് മോഹൻ ഭഗവത്ജി. അത് ആരോടാ പറയുന്നത്? സ്വകാര്യമായിട്ട് RSSൻ്റെ ചിന്തൻ ബൈഠക്കിലല്ല, RSSൻ്റെ ശിബിരത്തിലല്ല, ലോകത്തിലെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ധീരമാണ്, അത് ദാർശനികമാണ്. നമുക്ക് ആ പ്രസംഗത്തെ ഉള്ളു തുറന്ന് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ. നമുക്ക് അത് ചെയ്യാം. ആ പ്രസംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ലോകം തയ്യാറാവട്ടെ, ഇന്ത്യ സവിശേഷമായും തയ്യാറാവട്ടെ, RSSകാർ അതിലേറെ തയ്യാറാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.